ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. നമ്മളിന്ന് ധ്യാനിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ, നമ്മളിലൊക്കെ വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും മറ്റുള്ളവർ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഫലമാണ് ദയ, അല്ലെങ്കിൽ കരുണ. മറ്റൊരു വാക്യം പറഞ്ഞ ദയയോ കരുണയോ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ അപരനോട് അർഹിക്കാത്ത ഒരു സ്നേഹം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ കരുണയും ദയയും നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. നമ്മുടെ സ്നേഹം അർഹിക്കാത്തവര്, നമ്മുടെ അനുകമ്പ അർഹിക്കാത്തവര്, നമ്മുടെ കരുതലോ പരിചരണമോ അർഹിക്കാത്തവര്, അവരെ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുത്ത്, ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുത്തിട്ട് അവരെ സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, ചേർത്ത് പിടിക്കാൻ, നല്ലത് പറയാൻ, സ്നേഹിക്കാൻ ഒക്കെ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, ഒരു അഭിഷേകം ഉണ്ടല്ലോ, അതിനെയാണ് മറ്റൊരു വാക്ക് നമുക്ക് ദയ എന്ന് പറയാം. അതായത് അവരൻ്റെ ആവശ്യത്തിലേക്ക്, അവരൻ്റെ കുറവിലേക്ക്, അവരൻ്റെ ബലഹീനതകളിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്താൽ നാം നയിക്കപ്പെടുകയും അങ്ങനെ അവരൻ്റെ ജീവിതത്തിലേക്ക് ആ സ്നേഹത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അതാണ് ദയ കാണിക്കുക എന്ന് പറയുന്നത്. അല്ല, നമുക്ക് എത്രയോ സാഹചര്യങ്ങൾ ഓരോ ദിവസവും ഈ ദയ കാണിക്കാൻ, ഈ കരുണ കാണിക്കാനുള്ള സാഹചര്യങ്ങൾ ദൈവം നമുക്ക് തരുന്നുണ്ട്. പുറത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ ഭവനത്തിൽ തന്നെ നമ്മുടെ കരുണ യാചിക്കുന്ന, ദയ യാചിക്കുന്ന എത്രയോ പേരുണ്ട്. അർഹിക്കാത്ത സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന, അർഹിക്കാത്ത നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ പേര് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അവരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളിൽ വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, ആത്മാവ് നമ്മളിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ കരുണ കാണിക്കുമ്പോൾ, ദയ കാണിക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ നാം വെളിപ്പെടുത്തുന്നത് നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നാണ്. അർഹിക്കുന്നത് കൊടുക്കുമ്പോൾ അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നുമില്ല. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പ് എന്നെ വേദനിപ്പിച്ചു, ഒരു വിധത്തിൽ എൻ്റെ സ്നേഹം അർഹിക്കുന്നില്ല, എന്നിട്ടും ഞാൻ അവനെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കുമ്പോൾ അവനോട് ഞാൻ കാണിക്കുന്ന ദയയുണ്ടല്ലോ, അത് നമ്മിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. നമുക്ക് ഈ ഒരു ഫലത്തിൽ വളരാൻ വേണ്ടി പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് ബൈഹാർട്ട് ചെയ്യുന്ന വചനഭാഗം എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ തിരുവചനമാണ്. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. എഫെസൂസ് 4:32. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തി, ഒരു സുഹൃത പ്രവൃത്തി എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ന ദിവസം സമയം കിട്ടിയാൽ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള ഒരു വക കൊടുക്കുക. പക്ഷെ നമ്മൾ അറിയുന്നവരോ പാവപ്പെട്ടവരോ നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവരോ ഒക്കെ ആകാം. അല്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അതിനുള്ള കാശെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർ കൊടുക്കുക. നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ നമുക്കറിയാം ആരൊക്കെ അർഹിക്കുന്നവരാണ്, എന്തെങ്കിലും ഒരു നല്ല കാര്യം, ഒരു സഹായം അവർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവ് നിന്നെ അതിന് പ്രചോദിപ്പിക്കട്ടെ. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ. See you tomorrow. God bless you.